കീടിലെ മടമ്പൂർ അടുത്ത നാഷണൽ അവാർഡ് അങ്ങേർക്കന്നെ അവസാനത്തെ ഒരു അരമണിക്കൂർ പുള്ളി കത്തിച്ച് മ്യൂസിക് ഇപ്പോഴും അറിയില്ല ബീജും കിട്ടിലൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അഭിനയിക്കാൻ വേണ്ടി കുറെ എഴുതിയിട്ടുള്ളൂ. തീ 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 അടിപൊളി. അവസാനത്തെ ഒരു അരമണിക്കൂർ പുള്ളി കത്തിച്ച് സെറ്റാ. നല്ലതാണ്. ക്ലൈമാക്സ് സൂപ്പറാണ്, അടിപൊളി. കുഴപ്പമില്ല, നല്ലതാണ്. സൂപ്പർ സിനിമ. എന്താ ഞെട്ടിച്ചു, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് അഭിനയിക്കാൻ വേണ്ടി കുറെ എഴുതിയിട്ടുള്ളൂ. അടിപൊളിയാ. തീ 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 അടിപൊളി, സൂപ്പർ. ഒന്നും പറയാനില്ല, സൂപ്പറാണ്, എല്ലാം സൂപ്പറാണ്. അടിപൊളി അടിപൊളി, എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ്. ഒന്നും പറയാനില്ല, തീർച്ചയായിട്ടും. കീടിലെ മടമ്പൂർ അടുത്ത നാഷണൽ അവാർഡ് അങ്ങേർക്കന്നെ. അടുത്ത നാഷണൽ അവാർഡ് നീ കൊടുക്കും. അവസാനത്തെ കുറെ സാധനമുണ്ട്, എന്റെ പൊന്നോ. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ചാപ്റ്റർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇപ്പോഴും അറിയില്ല ബീജും കിട്ടിലൻ. ഫോക്കും മിത്തും എല്ലാം, ആക്ഷനും ട്വിസ്റ്റ് ജയറാമേട്ടനൊക്കെ കലക്കിയുണ്ട്. ഓ സൂപ്പർ. നമ്മുടെ ഡബിങ് കൂടെ ഒന്നും തോന്നുന്നില്ല, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അഭിനയം, നല്ല അഭിനയം. കൊള്ളാം, നല്ലതാ. അടിപൊളിയായിട്ട്. നല്ലായിരുന്നു. എന്താ പറയാ, സത്യം പറയാ ഒന്നും പറയാനില്ല, എല്ലാവരും കയറി കാണാം, അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ബ്രോ ഇത് കണ്ടു നോക്കുക എന്നിട്ട് പറയാം. അത്രയാണ്. ഒരുപാടുണ്ട്, കണ്ടു നോക്കും. സൂപ്പറാണ്, അടിപൊളി, സൂപ്പർ. കിടിലം പാടാണ്, എല്ലാം കൊണ്ടും നല്ല സിനിമയാണ്. ഡബിങ് ഒന്നും കുഴപ്പമൊന്നുമില്ല, ആക്ഷൻ എല്ലാം നന്നായിട്ടുണ്ട്. നല്ല സസ്പെൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. സിനിമാറ്റോഗ്രാഫി ഒക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല മേക്കിംഗ് ആണ്, ഫണ്ണായിട്ട് കണ്ട് നല്ല രസത്തിൽ കണ്ട് ആഘോഷിച്ച് തരാം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ചിത്രം. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്, അഫ്കോഴ്സ്. എനിക്കിഷ്ടപ്പെട്ടു. ഇനി പ്രേക്ഷകരൊന്ന് തിയേറ്ററിൽ ഒന്ന് കാണുക. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പിച്ചോ, ബോറടിയില്ല, ലാഗില്ല, നമുക്ക് കണ്ടിരിക്കാം. അതായത് നാടൻ കലാരൂപങ്ങൾ, നാടൻ പാട്ടുകൾ, ഇതെല്ലാം നമ്മുടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ശിവഭക്തി സിനിമ തന്നെയാണിത്. കാരണം അദ്ദേഹം ഒരു വേടനായിട്ട് അവതരിച്ച ഒരു ദൈവമാണ് ശിവൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രൂപങ്ങൾ എന്താണെന്നും ആ വിശ്വാസങ്ങൾ എന്താണെന്നും നമ്മളെ പറഞ്ഞു തരുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് എല്ലാ വിശ്വാസികളും വന്ന് കാണേണ്ടതാണ്. അവരവരുടെ വിശ്വാസങ്ങളാണ്. ആ വിശ്വാസത്തിന് മറ്റൊരാളിൽ നിന്ന് കളങ്കമേൽക്കാതിരിക്കുക, ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. നല്ല സിനിമയാണ്, നമ്മൾ തിയേറ്ററിൽ കാണുക. ഇത് നമ്മൾ ഫോണിലും OTT-ലും കാണാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. നല്ല ആക്ടറാണ് ഋഷഭ് ഷെട്ടി. ഇവിടെ ഞാൻ പറയുന്നില്ലേ, ഈ ആഷെന്നോ പ്രഭാസെന്നോ അതിനൊക്കെ മുകളിൽ ഈ ഇദ്ദേഹം ചെല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. ഇനി പ്രഭാസിൻ്റെയൊക്കെ മുകളിലേക്ക് ഋഷഭ് ഷെട്ടി ചെല്ലും. ഇദ്ദേഹത്തിന് രാജമൗലിയുടെ കയ്യിലൊക്കെ കിട്ടാന്നുണ്ടെങ്കിൽ നല്ല കിട്ടിലും സാധനം കിട്ടും. കാരണം ഇത്രയും നല്ല കഴിവുള്ള ആക്ടറാണ് അദ്ദേഹം. ഇനിയും ഇദ്ദേഹത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം സംശയം വിചാരിക്കേണ്ട. അത്ര നല്ല എക്സ്പീരിയൻസ് ആണ് സിനിമ. നമ്മൾ തിയേറ്ററിൽ കാണുക. ദയവ് ചെയ്ത് ഞാൻ പറയുകയാണ്, ഈ സിനിമ ഡീഗ്രേഡ് ചെയ്യരുത്. എനിക്ക് പറയാനുള്ള ഡീഗ്രേഡ് ചെയ്യേണ്ട. എല്ലാവരും വന്ന്, എല്ലാ മതസ്ഥരും വന്ന് കാണട്ടെ. നമ്മൾ എത്രയോ രാഷ്ട്രീയക്കാരെ കാണുന്നു, ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ടുള്ളത്. ഇവിടെ ഭക്തിയുണ്ട്, ദൈവമുണ്ട്. അപ്പം നമ്മളൊരു വിശ്വാസത്തിൽ വന്ന് സിനിമ കാണുക. ഇത് പ്രചരിപ്പിക്കുന്നതെല്ലാം കള്ളത്തരമാണ്. ഇത് നല്ല സിനിമയാണ്. എന്തായാലും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടും, ഉറപ്പിച്ചോ.